നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനത് സ്വയംവിമർശനം നടത്താനാണെന്ന്. ഇവിടെ എന്തുകൊണ്ടാണ് താങ്കൾ അറസ്റ്റ് ചെയ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ജയിലിലാകാത്തത്? താങ്കളുടെ നിയമസഭാംഗത്വം എന്തുകൊണ്ടാണ് റദ്ദ് ചെയ്യപ്പെടാത്തത്? അത് അവരുടെ ആഗ്രഹമാണത്. ആ ആഗ്രഹം പറയാൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ? മനസ്സിലായി. ഏതിനാണ് എനിക്കെതിരെ ഏതാണ് കേസ്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അത് പറയണ്ടേ? പിള്ള മനസ്സാ, കള്ളമില്ല. അനുമാനിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ CMRL-മായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ രണ്ട് ആക്ഷേപങ്ങളാണല്ലോ CM ഉള്ളത്. ഒന്ന്, PV എന്ന ചുരുക്കപ്പേര് അതിനകത്തുണ്ട്. ആ PV എന്ന ചുരുക്കപ്പേര് നിയമവിരുദ്ധമായ രീതിയിൽ സംഭാവന കൈപ്പറ്റിയിട്ടുണ്ട്. എക്സാലോജിക്കിന് 1.72 കോടി രൂപ സേവനം നൽകാതെ കൈപ്പറ്റിയിരിക്കുന്നു. ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം SFIO, അത് കഴിഞ്ഞതിന് ശേഷം ED അതിനകത്ത് ഇടപെടുന്നു. ഇതാണ് ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കേസായിട്ട് ഒരുപക്ഷെ പ്രചരിപ്പിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഒരു മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മാത്രമാണ്. സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. CPM-ൽ തിരുത്തൽ ശക്തികൾ ദുർബലമാകുന്നു. ആരോപണം നേരിടുന്നവർ അന്വേഷണം നേരിടട്ടെ എന്ന മുൻ നിലപാട് വഴിമാറി. മനീഷ് കോടിയേരി ആരോപണം നേരിട്ടപ്പോൾ അന്വേഷണം നേരിടട്ടെ എന്നായിരുന്നു നിലപാട്. പക്ഷേ അതല്ല താങ്കളുടെ മകൾ ആരോപണം നേരിട്ടപ്പോൾ ഉണ്ടായത്. ഒരു സ്വയം വിമർശനം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാവിന് എപ്പോഴെങ്കിലും ഉണ്ട്. എന്തുകൊണ്ടാണ് എനിക്കെതിരെ ഇത്രയധികം വിമർശനങ്ങൾ വരുന്നത്? എന്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് പരിശോധിച്ചു. നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനത് സ്വയംവിമർശനം നടത്താനാണെന്ന്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനത് സ്വയംവിമർശനം നടത്താനാണെന്ന്. നിങ്ങൾ ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരമുണ്ട്. ആ ചെറ്റത്തരത്തിന് ഞാനാണോ സ്വയംവിമർശനം നടത്തേണ്ടത്? നിങ്ങളല്ലേ സ്വയംവിമർശനം നടത്തേണ്ടത്? ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓലക്കാലി തൂങ്ങിയവന്റെ കണങ്കാലി തൂങ്ങിയവനാണ് ഇവൻ.